നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്. നിങ്ങൾക്കറിയാമോ സ്വാതന്ത്ര്യം എപ്പോഴാണ് കിട്ടുന്നതെന്ന്? നമ്മൾ വളരെയധികം സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാതിരിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ആ തടയുന്ന പ്രശ്നം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വേണ്ടത് മണിയാണ്. ഈ മണിയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചു വെക്കുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഈ മണി എന്ന് പറയുന്നത്? മണി എന്നാൽ ഒരു എനർജിയാണ്. ഈ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം, സന്തോഷം, സമാധാനം ഇതൊക്കെ തരുന്നൊരു എനർജിയാണ്. പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് വകവയ്ക്കാറുണ്ടോ? ആരോടെങ്കിലും നമ്മൾ കടം ചോദിക്കുമ്പം തന്നെ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മണി എന്താണെന്ന് കുറച്ചും കൂടി ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മണിയുടെ ഒരു എക്സ്പാൻഷനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്. അതായത് നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മൾക്ക് എന്താ കിട്ടത്തുള്ളൂ, സന്തോഷം കിട്ടത്തുള്ളൂ. അതുപോലെ മണിയെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് നമുക്ക് എങ്ങനെ ചിലവഴിക്കണമെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഒന്നും നമുക്കറിയാതെ നമ്മൾ ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കൂട്ടിയിട്ട് നമുക്ക് അവസാനം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് മാനേജ് ചെയ്യുക. മണിയെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ എം കഴിഞ്ഞാൽ ഓയാണ് പറയുന്നത്. സോ മണി എന്നാൽ പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് അല്ലേ. നമുക്ക് ഈ ഒരു മണി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നത്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൗസ് വാമിങ്ങിനോ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷനോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒന്നിനും നമുക്ക് പറ്റില്ല. അവിടെ എന്താണ് നമുക്ക് നഷ്ടമാകുന്നത്? നമ്മുടെ ഓർഗനൈസേഷനാണ്, നമ്മുടെ പ്ലാനിങ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുപോലെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എന്നാണ് നെഗോസിയേഷൻ. നമ്മുടെ സമയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മണി ജനറേറ്റ് ചെയ്യുന്നത്. ഒരു സമയം തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ സമയം ഒരിക്കലും നമുക്ക് തിരികെ വരുന്നുണ്ടായിരിക്കില്ല. അതേസമയം നഷ്ടപ്പെടുന്ന മണി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ഈ ആണ് ഏർണിങ്സ് ആണ് നമുക്ക് വരുന്നത്. നമ്മുടെ മണി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് വൈ ആണ് ഈൽഡ്. അതായത് നമ്മൾ ഈ ക്യാഷ് ഉണ്ടാക്കി അതിനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രീഡം കിട്ടുന്നത്. അതാണ് നമ്മൾ ഈൽഡായിട്ട് പറയുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.